നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് നയനയും അനിയും കൂടെ സംസാരിക്കണം. അപ്പം നയനയുടെ കള്ളത്തരങ്ങളൊക്കെ അനി വിളിച്ചു പറയുന്നുണ്ട്. എനിക്കറിയാം മുത്തശ്ശനുമായിട്ട് നയനേച്ചി ഇപ്പൊ സെറ്റായില്ലേ, എന്നിട്ടോ ഞങ്ങളോട് എല്ലാവരും എന്താ പറഞ്ഞോണ്ടിരുന്നേ? അപ്പോഴേക്കും നയന പറഞ്ഞു, അത് പിന്നെ അനിയൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. മുത്തശ്ശനും മുത്തശ്ശി എന്നോടെല്ലാം പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള കള്ളത്തരത്തെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. ആദർശൻ ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശൻ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഗർഭിണിയാണല്ലോ, മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മുത്തശ്ശൻ വന്നിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, എനിക്കിതെല്ലാം അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. പക്ഷെ എത്രയും പെട്ടെന്ന് ആദർശേണ്ണ നയനടുത്ത് ആ വീട്ടിലേക്ക് തിരികെ വരണമെന്ന എൻ്റെ ആഗ്രഹം. പിന്നെ ഈ MD സ്ഥാനം ഉണ്ടല്ലോ, എനിക്കത് വലിയൊരു ബാധ്യത തന്നെയാണ്. അതെനിക്ക് ആദർശേണ്ണ തിരികെ കൊടുക്കണം, എങ്കിലോ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നടക്കാനായിട്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ, ആദർശേണ്ണ അങ്ങോട്ടേക്ക് തിരികെ വന്നാലും MD സ്ഥാനം ഇനിയിപ്പോൾ കൈയേൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. ആദർശേണ്ണ ഒരു താല്പര്യമില്ല. പോരാഞ്ഞിട്ട് അനിയിപ്പൊ നല്ല രീതിയിൽ തന്നെയാണല്ലോ കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കണേ. പിന്നെ എന്തിനാ? അത് മാത്രമല്ല, അനി കയറിയതിന് ശേഷം കമ്പനിയിലെ ഉയർച്ചയല്ലേ ഉണ്ടായിരിക്കുന്നേ. പിന്നെ അനി എന്തിനാ ആ സ്ഥാനം ആദർശേണ്ണ കൊടുക്കുന്നേ? അത് ആദർശേന്റെ സ്ഥാനമാ. അല്ലെങ്കിലും ആദർശേട്ടൻ കാരണം കമ്പനിയിൽ ഇപ്പോൾ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അത് നയനേടത്തേക്ക് അറിയാവുന്ന കാര്യല്ലേ. എനിക്ക് അതിന് മാത്രം വല്ല കഴിവുണ്ടോ? ആദർശേന്റെ സഹായം ഓരോ തവണ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പരാജയപ്പെട്ടു പോകാനും. ഞാനൊരു വമ്പം പരാജയം തന്നെയാ, ജീവിതത്തിലാണെങ്കിലും ശരി കമ്പനിയിലാണെങ്കിലും ശരി. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നയനടുത്തേക്ക് അറിയാലോ എൻ്റെ അവന്തികയുടെ വിവാഹം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം. അത് ഈ ഞായറാഴ്ച എൻഗേജ്മെന്റാ മുത്തശ്ശൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കൊരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല നയനടുത്തി. എന്തൊക്കെ അനി നീ പറയണത്? നവീനുമായിട്ടുള്ള ബന്ധം അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവധിക്ക് ഭയങ്കര സങ്കടമായതാ. ഇനി ഈ വിവാഹം കൂടെ നടന്നില്ലെങ്കിൽ അവൾക്ക് വിവാഹമേ വേണ്ടെന്നും പറഞ്ഞിട്ടല്ലേ ഇരിക്കണേ. ശരിയാ, പക്ഷെ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. അനാമികയായിട്ട് ആദ്യ ബന്ധം അത് തകർന്നു പോയി. അന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന്. ഒടുവിൽ എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്ക് വെച്ച് കിട്ടി. എന്നിട്ട് എന്തായി അവസാനം? അതുപോലെ തന്നെ എനിക്ക് അവന്തിയെക്കുറിച്ച് പറയാനുള്ളത്. അവന്തിക ആള് ശരിയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ഡാനി. അതൊക്കെ നിന്റെ തോന്നലാ. അബിയുടെ അപ്പച്ചിയുടെ സ്വഭാവമാണ് അവന്തിക്ക്. അവർക്ക് നല്ല സ്വഭാവമല്ലേ. അവള് അയർലൻഡിലൊക്കെ പോയി പഠിച്ചു വന്ന പെൺകുട്ടിയാ. പോരാത്തിന് MBA കാര്യം കൂടെ അല്ലേ. നിനക്ക് യോജിച്ച പെൺകുട്ടിയാണ് അവള്. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് നിനക്കറിയാലോ. അതെ, നയനടുത്തേക്ക് എന്തറിയാം? അങ്ങനെ അവൾ നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എനിക്കിഷ്ടമില്ല എന്ന് അറിയുമ്പോൾ തന്നെ അവൾ ഒഴിഞ്ഞു പോവുകയല്ലേ ചെയ്യണ്ടേ. അതിന് പകരം അവള് എന്നെയും കൊണ്ടേ പോകുള്ളന്നൊരു വാശിയില്ല. അതെന്തിനാ അവൾ അങ്ങനെ വാശി പിടിക്കണേ? എനിക്കൊട്ടും താല്പര്യമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഡാനി, നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. നിനക്കറിയാലോ നിന്റെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നേ. നീ അവന്തിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടന്ന ഉടനെ നിങ്ങളുടെ വിവാഹം നടക്കും. അതിനു മുൻപ് എൻഗേജ്മെന്റ് നടത്തി വെക്കാനായിട്ടല്ലേ മുത്തശ്ശന്റെ തീരുമാനം. അതേ ഏട്ടത്തി, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയാവോ? എൻഗേജ്മെന്റ് ഒന്നുമല്ല, പലയിടത്തും പോയി ആത്മഹത്യ ചെയ്യാനായിട്ടാ. ആത്മഹത്യ ചെയ്യാനോ? എൻ്റെ മനസ്സിൽ ആ ചിന്തകളൊക്കെയാ വരുന്നേ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ഈ ബന്ധം നടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പോകും, അല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ഞാൻ ചിലപ്പോൾ അവസാനിപ്പിച്ചെന്ന് വരും. അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലേ നയനടുത്തി. എന്താ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം നയനയ്ക്ക് മനസ്സിലായി അനിയുടെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ട്. അതുപോലെ തന്നെ നന്ദുവിൻ്റെ വിഷമം അത് നയനെ കണ്ടതാണ്. അവൾക്ക് നല്ല സങ്കടമുണ്ട് അനിയുടെ വിവാഹം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശനും ആ കുടുംബത്തിലുള്ള എല്ലാവരും തീരുമാനം എടുത്തു കഴിഞ്ഞു. നന്ദു അനിയും കൂടെ ഒരുമിക്കാനായിട്ട് അച്ഛനും അമ്മയും സമ്മതിക്കില്ല. അതൊരു വശം. പിന്നെ ഈ പറയുന്ന ജാനകിയമ്മായി ഇളയമ്മയാണെങ്കിലും അതിന് സമ്മതിക്കില്ല. വെറുതെ എന്തിനാ ഒരു റിസ്ക് എടുക്കണേ? നന്ദുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നേ. അതുകൊണ്ട് ഒരു കാരണവശാലും അവർ ഒന്നിക്കരുതെന്ന് നയനയൊക്കെ ചിന്തിക്കുന്ന പോലും. ഈ സമയം കമ്പനിയിൽ ഒരു ശത്രു കയറുന്ന കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നാഗേന്ദ്രനും ഡേവിഡും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന അഭിക്കും മാളവിക ഭയങ്കര വിശ്വാസമാണ് താനും. അങ്ങനെ ഒടുവില് ഡേവിഡ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മാളവികയാണ് ശത്രു എന്നുള്ള കാര്യം അറിയണത്. മാളവികയെ നിരീക്ഷിക്കാനായിട്ട് ഡേവിഡ് ആളെ വിട്ടിട്ടുണ്ടായിരുന്നു.
മാളവിക ശത്രുവാന്നുള്ള കാര്യം അറിഞ്ഞു. കാരണം മാളവികയാണ് ഒറ്റ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡേവിഡ് നേരെ നാഗേന്ദ്രനെ കാണാൻ ചെന്നു. നാഗേന്ദ്രനോട് കാര്യങ്ങൾ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു മാളവികയുടെ കാര്യത്തിൽ. പിന്നെ അബിയുടെ കാര്യം അറിയാലോ, പെൺ വിഷയത്തിൽ അവൻ ഇത്തിരി താല്പര്യ കക്ഷിയാണ്. അതുകൊണ്ടാണ് മാളവിക അവൻ സംശയിക്കായിരുന്നേ. പക്ഷെ നമ്മുടെ സംശയം കൃത്യമല്ലേ? അതെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം സാറേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ശത്രു നമ്മുടെ സംഘത്തിൽ കടന്നു കൂടിയിട്ടുണ്ട്, കൊന്നു കളയണം, അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇനി അവൾക്ക് ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല. അവളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിലേക്ക് കയറിയത്. നമ്മുടെ കമ്പനിയിലെ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ അവളെ ഇനി ഭൂമിക്ക് വീതെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, പിന്നെ അറിയാലോ, അത് ഏൽപ്പിക്കേണ്ട ആൾക്കാരെ തന്നെ ഏൽപ്പിച്ചോ, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ മാളവികയെ ഇല്ലാതാക്കാനുള്ള പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അവർ തയ്യാറാക്കി. പക്ഷെ ഇതൊന്നും മാളവിക അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആദർശ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശിന് ആ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു, മാളവികയെ ഇല്ലാതാക്കും. കാരണം ഏഞ്ചുള്ളിൽ ഒരു ശത്രു കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ തീർത്ത് കളയുമെന്ന് അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനയോടല്ല സോറി നവ്യയോട്. അപ്പൊ നവ്യ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആദർശിന്. മെസ്സേജ് കണ്ടപ്പോൾ ആദർശിന് മനസ്സിലായി മാളവികയുടെ ജീവൻ അപകടത്തിലാന്ന്. ഒടുവിൽ മാളവികയെ വിളിക്കുകയാണ് ആദർശം വിളിച്ചിട്ട് മാളവികയോട് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാളവിക വെച്ചു, എന്താ സാറേ കാര്യം? അറിയാലോ, ഏൺ ജ്വല്ലറി കടന്നുകൂടിയ ശത്രുവിനെ അവരെ ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ മാളവിക നിന്റെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞു. സാറിന് എന്താ എന്നെ അവർ കൊല്ലുമെന്ന് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഭയക്കേണ്ടതല്ലേ? കാരണം ദുബായി കിടന്ന് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഞാനാ. നിന്റെ ജീവന് സേഫ്റ്റി തരേണ്ട ആള് ഞാനാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സാറേ. അങ്ങനൊന്നും സംഭവിക്കില്ല. അതല്ല, എനിക്ക് എപ്പോഴും ഇൻഫർമേഷൻ തരാറുള്ള ഒരാളുണ്ടല്ലോ നമ്മളെ സഹായിക്കാറുള്ളത്. അവർ തന്ന വിവരമാണ് മാളവികയുടെ ജീവൻ അപകടത്തിലാന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം മാളവിക. അങ്ങനെയൊന്നും ഇല്ല സാറേ, എന്നെ ഇപ്പം ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അതല്ല, അവർ ഇതിനു മുമ്പ് തന്ന ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിരുന്നു. അപ്പം ഇതും കൃത്യമായിരിക്കും. മാളവികയുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഇനിയിപ്പം നോക്കിയും കണ്ടും വേണം. ഒരു കാര്യം ചെയ്യുക, തൽക്കാലത്തേക്ക് ഏൺ ജ്വല്ലറിയുടെ ജോലി വേണ്ടെന്ന് വെച്ചാൽ ഇനി അവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പേടിച്ചോടാൻ പറ്റുന്ന കാര്യമാണോ ആദർശ് സാറേ? അതല്ല, എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും പ്രധാനം മാളവികയുടെ ജീവനാണ്. അറിയാലോ, ഇനിയിപ്പോൾ നമ്മളൊന്നും നോക്കാനില്ല. അത്യാവശ്യം കിട്ടേണ്ട വിവരങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇതുവരെ എത്തി കാര്യങ്ങളെന്ന് പറഞ്ഞു. ഈ സമയത്ത് കൊലയാളി അവിടെ പാത്തും പതുങ്ങിയും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് മാളവികയോ ആദർശം അറിയുന്നുണ്ടായിരുന്നില്ല. ആദർശം മാളവിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ പോരെ, നിന്നെ ഇവിടെ ഞാൻ ഇനിയിപ്പോൾ തനിച്ച് നീ പോവണ്ടെന്ന് പറഞ്ഞു. താമസ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയാക്കാന്ന് പറഞ്ഞു. വേണ്ട സാറേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആദർശ് സമ്മതിച്ചില്ല. ആദർശ് മാളവികയും കൂട്ടിക്കൊണ്ട് പോകുന്നേ. ആ സമയം മാളവിക തനിച്ച് പോകുന്ന കരുതിയിട്ടാണ് ഈ പറയുന്ന കൊലയാളി അവിടേക്ക് വന്നതുപോലും. ആദർശം മാളവിയെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ എങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദർശം മാളവിയെ ജോലി സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട്, ജോലി സ്ഥലത്തല്ല താമസ സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടാണ് തിരികെ പോകുന്നത്. പക്ഷെ ആദർശന് ഉറപ്പായിട്ടൊരു കാര്യം അറിയായിരുന്നു, മാളവികയ്ക്ക് അപകടം സംഭവിക്കും. പക്ഷെ ഒരു കാരണവശാലും അവൾക്ക് അപകടം സംഭവിച്ചുകൂടാ. അവളെ എങ്ങനെയും രക്ഷിക്കണം. അവളെ ഇല്ലാതാക്കാനായിട്ട് ആരെങ്കിലും ശത്രുക്കൾ അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പം രക്ഷിക്കാൻ വേണ്ടി ആദർശ് തീരുമാനിക്കുന്നുണ്ട്. ഒരു പോറൽ പോലും മാളവികയ്ക്ക് ഏൽക്കാൻ പാടില്ല എന്നായിരുന്നു. പക്ഷേ എങ്കിൽ ആദർശ് പോയ വഴി തന്നെ മാളവികയെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഡേവിഡ് കൊടുത്ത കൊട്ടേഷൻ സംഘത്തിൽ ആൾക്കാർ എത്തുന്നുണ്ട്. പക്ഷെ മാളവികനൊന്നും ചെയ്യാൻ പറ്റില്ല. ആദർശ് രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.